US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള H1B വിസയുടെ ആദ്യഘട്ട നറുക്കെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. H1B വിസ എന്നാൽ അമേരിക്കയിൽ ജോലി ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക വിസയാണ്. ഓരോ വർഷവും പരിമിതമായ ആളുകൾക്ക് ഈ വിസ ലഭിക്കൂ. അതുകൊണ്ടാണ് നറുക്കെടുപ്പ് രീതി ഉപയോഗിക്കുന്നത്. നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ തൊഴിൽദാതാക്കളെ USCIS അറിയിച്ചിട്ടുണ്ട്. അവർക്ക് H1B വിസയ്ക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും. H1B അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ H1B വിസ നറുക്കെടുപ്പിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ USCIS വെബ്സൈറ്റിൽ പോയി പരിശോധിക്കാം. നിങ്ങളുടെ അപേക്ഷ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കണ്ടാൽ നിങ്ങളുടെ തൊഴിൽദാതാവിന് നിങ്ങളുടെ പേരിൽ H1B വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. H1B വിസയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാം, ആരെല്ലാം അപേക്ഷിക്കാം എന്ന് നോക്കാം. നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ H1B വിസയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ 2025 ഏപ്രിൽ 1 മുതൽ സമർപ്പിക്കാൻ തുടങ്ങാം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ തൊഴിൽദാതാക്കൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. നിങ്ങളുടെ സെലക്ഷൻ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അപേക്ഷിക്കാനായി കുറഞ്ഞത് 90 ദിവസമെങ്കിലും സമയമെടുക്കും. my.uscis.gov എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായും അല്ലെങ്കിൽ USCIS പറയുന്ന മറ്റ് സ്ഥലങ്ങളിലും അപേക്ഷിക്കാം. അപേക്ഷിക്കുമ്പോൾ സെലക്ഷൻ അറിയിപ്പിന്റെ ഒരു കോപ്പി കയ്യിലുണ്ടായിരിക്കണം. H1B അപേക്ഷകർ വേണ്ട പ്രധാന രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ സെലക്ഷൻ അറിയിപ്പിന്റെ കോപ്പിയും രജിസ്ട്രേഷൻ ഉപയോഗിച്ച പാസ്പോർട്ടിന്റെ അല്ലെങ്കിൽ യാത്രാരേഖയുടെ കോപ്പിയും ഇതിൽ പ്രധാനമാണ്. H1B വിസയ്ക്ക് അപേക്ഷിക്കുന്ന തൊഴിൽദാതാക്കൾ സമർപ്പിക്കേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെലക്ഷൻ അറിയിപ്പിന്റെ കോപ്പി, ബെനിഫിഷ്യറിയുടെ പാസ്പോർട്ടിന്റെ അല്ലെങ്കിൽ യാത്രാരേഖയുടെ തെളിവ്, H1B പ്രോഗ്രാമിനെ അപേക്ഷിക്കുന്ന ആൾക്ക് എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് തെളിയിക്കുന്ന മറ്റ് രേഖകൾ. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യണം? രജിസ്റ്റർ ചെയ്ത് നറുക്കെടുപ്പിൽ പേര് വന്നതുകൊണ്ട് മാത്രം വിസ കിട്ടണമെന്നില്ല. നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കാൻ നിങ്ങൾ എല്ലാ യോഗ്യതകളും തെളിയിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ, ജോലി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കാൻ തയ്യാറായിരിക്കുക. നിങ്ങളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ യാത്രാരേഖകളെല്ലാം ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത വിവരങ്ങൾ തന്നെയാണോ ഇതിലുള്ളതെന്നും ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, നറുക്കെടുപ്പിൽ ജയിച്ചു എന്ന് കരുതി വിസ ഉറപ്പായി എന്ന് വിചാരിക്കരുത്. H1B വിസയ്ക്ക് വേണ്ട എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്ന് USCIS പരിശോധിക്കും. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ തൊഴിൽദാതാക്കളുമായി ചേർന്ന് എല്ലാ രേഖകളും ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. കൃത്യമായ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ എന്ന് USCIS പറയുന്നു.